നിങ്ങൾ കേരളം വിട്ട് പുറം നാടുകളിൽ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ആരും പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിട്ടുമാറാത്ത ക്ഷീണമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ കൂടി വരുന്ന പ്രായമല്ല. നിങ്ങളുടെ അരവണ്ണം കൂടി വരുന്നതിന്റെയും ഉറക്കത്തിന്റെ ദൈർഘ്യം കുറയുന്നതിന്റെയും കാരണം നിങ്ങളുടെ പ്രായമല്ല. ഇതിന്റെ പിന്നിൽ സ്പെസിഫിക് ആയിട്ടുള്ള 4 കാരണങ്ങളുണ്ട്. പുറം നാടുകളിൽ എവിടെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോന്റെ അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾക്കും കൃത്യമായി മനസ്സിലാവും. അത് മാത്രമല്ല, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രായം, നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള പ്രായമല്ല, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ശരിയായ പ്രായം എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള 5 നമ്പേഴ്സും കൂടിയും ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണറായ ഡോഫുഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം. 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, അത് ഉറക്കക്കുറവാണെന്നുണ്ടെങ്കിലും ക്ഷീണമാണെന്നുണ്ടെങ്കിലും കുടവയറാണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം നമ്മൾ വഴിചാരുന്നത് പ്രായത്തിനെയാണ്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, 60കളിലും 70ലും നല്ല ആരോഗ്യത്തോടു കൂടി പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന എത്രയോ പേര് നമ്മളുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ പുറം നാടുകളിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് പ്രായം മാത്രമല്ല മാറുന്നത്, നിങ്ങൾ ജോലി ചെയ്യുന്ന എൻവയൺമെന്റ് ആണ്, നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ സാഹചര്യങ്ങളും. ഈ പുതിയ ചുറ്റുപാടിനോട് പൊരുത്തപ്പെടാൻ നിങ്ങളുടെ ബോഡി ഓരോ മിനിറ്റും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ 4 സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രായം കൂട്ടുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അതിൽ ആദ്യത്തേത് ക്രോണിക് സ്ട്രെസ് ആണ്. നിങ്ങൾ വീട്ടിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും വിട്ടുമാറി ദൂരെ ഒരു സ്ഥലത്ത് ഒറ്റക്കാണ് നിൽക്കുന്നത്, ഒറ്റക്കാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തീർക്കാൻ പലതരത്തിലുള്ള കടങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. നാട്ടിലുള്ള ആൾക്കാരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിരിക്കാം നിങ്ങൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നത്. 10ഉം 12ഉം മണിക്കൂർ ഓരോ ദിവസം ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ബോസിനടുത്ത് നിങ്ങൾക്ക് നോ എന്ന് പറയാൻ സാധിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിന് പുറമെ ആയിരിക്കും വിസ റിന്യൂവലിനെ കുറിച്ചുള്ള ചിന്തകളും. ഇത് വെറും സ്ട്രെസ് അല്ല, ഇത് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിന്റെ നിരന്തരമായിട്ടുള്ള കൂടി നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് കോർട്ടിസോൾ ഹോർമോൺ കൂടി വരുന്നത് നല്ലതാണ്. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ കോർട്ടിസോൾ ഹോർമോൺ വേണം. ചില എമർജൻസി സിറ്റുവേഷൻസിനെ തരണം ചെയ്യാൻ കോർട്ടിസോൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ എല്ലാ സമയം കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇങ്ങനെ കൂടി നിൽക്കുന്ന കോർട്ടിസോൾ നിങ്ങളുടെ വയറിന് ചുറ്റും ഫാറ്റ് സ്റ്റോർ ചെയ്യാനാണ് ബോഡിക്ക് കൊടുക്കുന്ന മെസ്സേജ്. അത് നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ കൂട്ടി നിർത്തും, നിങ്ങളുടെ മസിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. നിങ്ങളുടെ ഉറക്കം കളയുന്ന പ്രധാന കാരണക്കാരനും ഇത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റും. കൃത്യമല്ലാത്ത ആവശ്യത്തിനനുസരിച്ച് ഉറക്കം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ. പുറത്ത് ജോലി ചെയ്യുന്ന അധികം ആൾക്കാർക്കും ഷിഫ്റ്റ് വർക്ക് ആയിരിക്കും. ഒന്നിക്കൽ നൈറ്റ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ രാത്രി 12-1 മണി വരെ ആയിരിക്കും ജോലി ചെയ്യേണ്ടി വരുന്നത്. 12 മണിക്ക് ശേഷമായിരിക്കും നിങ്ങൾ ഡിന്നർ കഴിക്കുന്നത്. അതിനുശേഷമാണ് ഫോൺ എടുത്ത് കുറച്ച് സമയം സ്ക്രോൾ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ബഹളവും ഒച്ചപ്പാടും ഒന്നുമില്ലാത്ത നിങ്ങളുടേതായിട്ടുള്ള സമയം കിട്ടുന്നുള്ളൂ. ഇനി വീട്ടിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ സമയത്തിന്റെ വ്യത്യാസവും നോക്കണം. ഉറക്കം എത്രത്തോളം പ്രധാനപ്പെട്ടുള്ള കാര്യമാണെന്നുള്ളത് പുറത്ത് ജോലി ചെയ്യാൻ പോകുന്ന അധികം ആൾക്കാരും കൺവീനിയൻ്റ്ലി മറക്കുകയാണ് ചെയ്യുന്നത്. ഉറങ്ങുന്ന സമയത്താണ് നമ്മളുടെ മസിൽസ് എല്ലാം റിപ്പയർ ചെയ്യുന്നത്. കൂടി നിൽക്കുന്ന കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കുന്നതും ഉറങ്ങുന്ന സമയത്താണ്. നിങ്ങളുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ റീസെറ്റ് ചെയ്യുന്നതും ഉറങ്ങുന്ന സമയത്താണ്. നിങ്ങൾ ഓരോ ദിവസവും ഉറങ്ങുന്ന സമയം കുറച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് കോർട്ടിസോളിൻ്റെ അളവും കൂടി തന്നെ നിൽക്കും. കുറേ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന വിശപ്പോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ എണീക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രായം കൂട്ടുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണക്കാരനും ഈ ഉറക്കമില്ലായ്മയാണ്. ഇത് ശരിയാക്കാൻ നിങ്ങൾ അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ ബുദ്ധിമുട്ടല്ല. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോന്റെ അവസാനം പറയാം. മൂന്നാമത്തെ പോയിന്റാണ് അധികം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നത്. നിങ്ങൾ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സണ്ണി ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും. എന്നിട്ടും നിങ്ങളുടെ വൈറ്റമിൻ ഡിന്റെ ലെവൽ കുറവായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് തോന്നും. പക്ഷേ ഗൾഫ് കൺട്രീസിൽ നടത്തിയിട്ടുള്ള പല സ്റ്റഡീസിലും റിപ്പീറ്റഡ്ലി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. 80% കൂടുതൽ അഡൽട്സിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ളതാണ് ഈ സ്റ്റഡീസിലെല്ലാം പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ ജോലി ചെയ്യുന്നത് എയർ കണ്ടീഷൻഡ് റൂമിന്റെ അകത്തായിരിക്കും. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ വളരെയധികം ചൂടായത് കാരണം പുറത്ത് അധിക സമയം നിങ്ങൾ ചിലവഴിക്കില്ല. ഇനി സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ കാറിന്റെ വിൻഡോന്റെ ഉള്ളിൽ കൂടെ എത്തുന്ന സൂര്യപ്രകാശം മാത്രമായിരിക്കുള്ളൂ. വൈറ്റമിൻ ഡിന്റെ അളവ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ ബോൺസും ജോയിന്റ്സും ഇതെല്ലാം വീക്ക് ആവും. മസിൽ സ്ട്രെങ്ത് കുറയും, നമ്മളുടെ മൂഡും എനർജി ലെവൽസും കുറയും, രോഗപ്രതിരോധ ശേഷി കുറയും. പക്ഷേ ഇതിനേക്കാളൊക്കെ വലിയ കാര്യം, വൈറ്റമിൻ ഡിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് തന്നെ
പ്രമേഹം വരാനുള്ള സാധ്യതയും കൂടുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് GCC കൺട്രീസ് എന്ന് പറയുന്നത്. അവിടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് മതി. ചീപ്പായിട്ടുള്ള വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് മതി. നാലാമത്തത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും അത് നിങ്ങളുടെ മസിലിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുമാണ്. കൂടുതൽ സമയം ഓരോ ദിവസവും ജോലി ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണം കുറച്ചും കൂടി എളുപ്പമുള്ളതായിരിക്കണം. കൺവീനിയൻ്റ് ആയിട്ട് കിട്ടുന്ന ഭക്ഷണം തേടിയിട്ടാണ് അധികം ആൾക്കാരും പോവാറും അത്തരത്തിലുള്ള ഭക്ഷണമാണ് അധികം ആൾക്കാരും കഴിക്കുന്നത്. സാൻഡ്വിച്ചസും സോസേജസും ബർഗേഴ്സും ബ്രെഡുകളും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും ആവശ്യത്തിലും കൂടുതൽ എനർജി തരുന്ന ഷുഗറി കാരക്സും ടേക്ക് അവേസും കുബൂസും ഫോൺ എടുത്ത് 2 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്കിൽ നിങ്ങൾ വിചാരിച്ച ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടും. ഇതിൽ കാലറീസ് വളരെയധികം കൂടുതലായിരിക്കും, പക്ഷെ പ്രോട്ടീൻ തീരെ ഉണ്ടാവില്ല. അധികം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. 40 വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷവും നിങ്ങളുടെ മസിൽ മാസിന്റെ 1% വെച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ അത് ശരിയാക്കാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ മസിൽ മാസ് കുറഞ്ഞു പോവുക തന്നെ ചെയ്യും. നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് കുറയും. നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോളും നഷ്ടപ്പെടുന്നതിന്റെ മറ്റൊരു കാരണം ഇതാണ്. പ്രായം കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ മസിൽ മാസ് വേണം. നിങ്ങളത് മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നാം. സ്റ്റെപ്പ് കയറാനോ സൂപ്പർ മാർക്കറ്റിൽ പോയി 2 ബാഗ് 2 കൈയിൽ പിടിച്ച് നടക്കാനോ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നാം. ആദ്യം പറഞ്ഞ സ്ട്രെസ്സും മസിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഉറക്കക്കുറവും മസിലിനെ ബാധിക്കുന്നുണ്ട്. കൂടാതെ തീരെ പ്രോട്ടീൻ അടങ്ങാത്ത ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മസിലിനെ പട്ടിണിക്ക് ഇടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളും ടാർഗറ്റ് ചെയ്യുന്നത് ഒരേ കാര്യത്തിലാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും എന്നല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി അറിയാം, നിങ്ങളുടെ ബോഡി വെയിറ്റും നിങ്ങളുടെ ഹൈറ്റും അറിയാം. പക്ഷെ ഇതൊന്നും നിങ്ങളുടെ പ്രായം എത്രത്തോളാണ് കൂടുന്നത്, നിങ്ങളുടെ യഥാർത്ഥ ഉള്ളിലുള്ള പ്രായം എത്രയാണെന്നുള്ളത് ഇതിനൊന്നും പറയാൻ സാധിക്കില്ല. അതിന് ഇനി പറയാൻ പോകുന്ന 5 നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്ത് പോകണമെന്ന് പോലും ഇല്ല. നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആണ്. നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 5 മിനിറ്റ് ആദ്യം ഒന്നും ചെയ്യാതെ ഇരിക്കുക. അതിനുശേഷം 1 മിനിറ്റ് നിങ്ങളുടെ പൾസ് കൗണ്ട് ചെയ്യുക. നിങ്ങളുടെ ഹാർട്ട് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 50ൻ്റെയും 70ൻ്റെയും ഇടയിലൊക്കെ ആയിരിക്കണം. എത്ര കുറഞ്ഞിരിക്കുന്നു അത്രയും നല്ലതാണ്, അത്രയും ഫിറ്റാണ് നിങ്ങളുടെ ഹാർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 80ലേക്കും 90കളിലേക്കൊക്കെ നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹാർട്ടിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, നിങ്ങളുടെ ഹാർട്ട് കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങളുടെ വേസ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ ആണ്. നിങ്ങളുടെ വെയിറ്റ് മാത്രം നോക്കിയാൽ പോരാ, അത് നമുക്ക് മാറ്റി നിർത്താം. നിങ്ങളുടെ അരവണ്ണം എത്ര സെന്റിമീറ്റർ ആണെന്നുള്ളത് ഒരു ടേപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് സെന്റിമീറ്ററിൽ കിട്ടുന്ന നിങ്ങളുടെ അരവണ്ണം നിങ്ങളുടെ ഹൈറ്റിന്റെ പകുതിയിലും താഴെ ആയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഹൈറ്റ് 170 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരവണ്ണം 85 സെന്റിമീറ്ററിലും താഴെ ആയിരിക്കണം. നിങ്ങൾ ഈ ലൈന് ക്രോസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ അരവണ്ണം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹവും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണിത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. മൂന്നാമത്തത് HbA1c എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇത് നിങ്ങളുടെ രക്തത്തിലുള്ള ഷുഗറിന്റെ അളവ് കഴിഞ്ഞ 3 മാസത്തിന്റെ ആവറേജ് ആയി കാണിക്കുന്ന ഒരു നമ്പറാണ്. നിങ്ങൾ എടുക്കുന്ന ദിവസത്തെ ഷുഗർ ലെവൽ മാത്രമല്ല, അതുകൊണ്ട് 2 ദിവസം മുമ്പേ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാലും കേക്ക് കഴിച്ചു കഴിഞ്ഞാലൊന്നും HbA1cയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഈ നമ്പർ 5.7ന്റെ താഴെ ആയിരിക്കണം. 5.7 മുതൽ 6.3 വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീ ഡയബറ്റീസ് ആണ്. ഈ നമ്പറിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ലാബിൽ HbA1cന്റെ നിങ്ങളുടെ വാല്യൂവിൻ്റെ അടുത്ത് തന്നെ റെഫറൻസ് റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും. നോർമൽ റേഞ്ചിലാണോ നിങ്ങളുടെ നമ്പർ വരുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രമേഹത്തിന്റെ ആദ്യത്തെ ഒരൊറ്റ ലക്ഷണം പോലും വരുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ HbA1c ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. നാലാമത്തത് വൈറ്റമിൻ ഡിന്റെ ടെസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വൈറ്റമിൻ ഡി കുറഞ്ഞു പോകാൻ അധികം ആൾക്കാർക്കും സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ അടുത്ത തവണ നാട്ടിൽ വരുമ്പോൾ വൈറ്റമിൻ ഡിയുടെ ലെവൽ ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കണം. ഇത് കുറവാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് നിങ്ങളുടെ ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് തരുകയും ചെയ്യും. അഞ്ചാമത്തത് നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ആണ്. അതായത് നിങ്ങളുടെ ഫിംഗേഴ്സിന്റെ നിങ്ങളുടെ ഗ്രിപ്പിന്റെയും കരുത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത് നിങ്ങൾ എത്ര കാലം ജീവിക്കും, നിങ്ങൾ എങ്ങനെയാണ് ആ വർഷങ്ങൾ ജീവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ലെവൽ എത്രയുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രെഡിക്റ്റർ ടെസ്റ്റും കൂടിയാണ്. നിങ്ങൾക്ക് എത്ര മുറുക്കെ നിങ്ങളുടെ കൈ ചുരുട്ടി പിടിച്ച് ഓരോ സാധനങ്ങളും ഗ്രിപ്പ് ചെയ്യാൻ സാധിക്കും,
അതിനനുസരിച്ച് നിങ്ങൾക്ക് വരാൻ പോകുന്ന അസുഖങ്ങളും നിങ്ങളുടെ മോർട്ടാലിറ്റി റിസ്ക് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കത് എളുപ്പത്തിൽ ഒരു ചീപ്പായിട്ടുള്ള ഹാൻഡ് ഗ്രിപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഗ്രിപ്പ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ, ശക്തി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മസിൽ ലോസ് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ പറഞ്ഞ 5 നമ്പേഴ്സ്: ഒന്ന് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്, രണ്ടാമത്തത് വേസ്റ്റ് ടു ഹൈറ്റ് റേഷ്യോ, HbA1c, വൈറ്റമിൻ ഡിന്റെ അളവ്, അവസാനത്തത് ഗ്രിപ്പ് സ്ട്രെങ്ത്. ഈ 5 കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ആരോഗ്യത്തിന്റെ പ്രായം എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ബർത്ത്ഡേ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന പ്രായത്തിനേക്കാളും ബെറ്റർ ആയിരിക്കണം ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഏജ്. ഇനി ഗുഡ് ന്യൂസിലേക്ക് വരാം. ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, ഇതിന് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കൗണ്ടർ പോയിന്റ് ഉണ്ട്. അത് വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും, അധികം കോംപ്ലിക്കേറ്റഡും അല്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ 10 മിനിറ്റ് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ പുറത്തിറങ്ങി നിൽക്കുക. ഇത് നിങ്ങളുടെ കോർട്ടിസോളിന്റെ ലെവൽ കുറച്ച് കൊണ്ടുവരാനും നിങ്ങളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കും. കിടന്നുറങ്ങാൻ പോകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ ഫോണും മറ്റ് സ്ക്രീനുകളും മാറ്റി വെക്കുക. നിങ്ങളുടെ വൈറ്റമിൻ ഡിന്റെ ലെവൽ നോക്കി അത് കുറവാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സപ്ലിമെന്റ്സ് ആഴ്ചയിൽ ഒരെണ്ണം വെച്ച് 6 ആഴ്ച നിങ്ങളുടെ ഡോക്ടർ പറയുന്ന രീതിയിൽ കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഓരോ നേരത്തെ ഭക്ഷണത്തിന്റെ കൂടെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അത് ചിക്കൻ ആവാം, ഫിഷ് ആവാം, എഗ് ആവാം, പരിപ്പും പയറുവർഗ്ഗങ്ങളും ആവാം, നട്ട്സ് ആവാം, പനീറാവാം. ഇത് ആഴ്ചയിൽ 1-2 നേരം കഴിച്ചിട്ട് കാര്യമില്ല. ഓരോ നേരത്തെ ഭക്ഷണത്തിന് കൂടിയും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഇതിനോടൊപ്പം കുറച്ച് ഹെവി ആയിട്ടുള്ള വെയിറ്റ് കൂടുതലുള്ള ഭാരങ്ങൾ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും എടുത്ത് പൊന്തിക്കാൻ ശ്രമിക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ മാസ് കുറഞ്ഞു വരും, മസിൽ ലോസ് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഒറ്റ ദിവസം കൊണ്ടല്ല നിങ്ങൾക്ക് ഈ പ്രായം കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അതുപോലെ ഇങ്ങനെ സ്പീഡിൽ പ്രായം കൂടണമെന്നുമില്ല. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ എൻവയൺമെൻറ്റുമാണ് നിങ്ങളുടെ ഏജിങ് പ്രോസസ്സിന് ഇങ്ങനെ സ്പീഡപ്പ് ആക്കിയത്. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കുന്നതാണ്. അതിനാദ്യം ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ടേക്ക് കെയർ, ബൈ.